റോമലേഖനം 16 അധ്യായം 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ വെളിപ്പെട്ടു വന്നതും നിത്യദൈവത്തിൻ്റെ നിയോഗപ്രകാരം സകല ജാതികൾക്കും വിശ്വാസത്തിൻ്റെ അനുസരണത്തിനായി പ്രവാചകന്മാരുടെ എഴുത്തുകളാൽ അറിയിച്ചിരിക്കുന്നതുമായ മർമ്മത്തിൻ്റെ വെളിപ്പാടിന് അനുസരണമായുള്ള എൻ്റെ സുവിശേഷത്തിനും യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രസംഗത്തിനും ഒത്തവണ്ണം നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാൻ കഴിയുന്ന ഏകജ്ഞാനിയായ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം എന്നേക്കും മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. റോമാലേഖനം 16 അധ്യായം 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ ഒരു അതിമനോഹരമായ ഉപസംഹാരമാണ്. ഈ വചനം ഒരു പ്രത്യേക വാക്യമല്ല, മറിച്ച് പഴയ നിയമത്തിലെ പ്രവചന പുസ്തകങ്ങളെ മൊത്തമായി സൂചിപ്പിക്കുന്ന ഒന്നാണ്. യുഗങ്ങളായി മറഞ്ഞിരുന്നതും എന്നാൽ പ്രവാചകന്മാരിലൂടെ ദൈവം സൂചനകൾ നൽകിയിരുന്നതുമായ നിഗൂഢ സത്യം ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നു എന്ന് വിശുദ്ധ പൗലോസ് പറയുന്നു. യെശയ്യാ പ്രവചനം 49 അധ്യായം 6 വാക്യവും 60 അധ്യായം 1 മുതൽ 3 വരെയുള്ള ഭാഗങ്ങളിലും ജനതകൾ ദൈവത്തിൻ്റെ വെളിച്ചത്തിലേക്ക് വരും എന്ന് പ്രവചിക്കപ്പെട്ടിരിക്കുന്നു. വിശുദ്ധ പൗലോസ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഈ വചനം ഇവിടെ എഴുതുവാൻ കാരണം എന്താണ്? താൻ പ്രസംഗിക്കുന്ന സുവിശേഷം വിശുദ്ധ പൗലോസ് സ്വന്തമായി ഉണ്ടാക്കിയത് അല്ല, മറിച്ച് അനാദികാലം മുതൽ ദൈവത്തിൻ്റെ പദ്ധതിയിലുണ്ടായിരുന്ന ഒന്നാണ് എന്ന് ഉറപ്പിക്കാനാണ് അദ്ദേഹം ഇത് പറയുന്നത്. യഹൂദനും ഇതര ജനതകളും ക്രിസ്തുവിൽ ഒന്നാകുന്നു എന്ന നിഗൂഢ സത്യം പഴയ നിയമ പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് തൻ്റെ ദീർഘമായ പ്രബന്ധം അദ്ദേഹം അവസാനിപ്പിക്കുന്നു. ഇത് സകല ജനതകളെയും വിശ്വാസത്തിൻ്റെ അനുസരണത്തിലേക്ക് കൊണ്ടുവരാനാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ഈ വചനത്തിൽ നിന്നും നാം മനസ്സിലാക്കേണ്ട ചില സത്യങ്ങൾ ഇവയൊക്കെയാണ്. 1. രക്ഷ എന്നത് പെട്ടെന്നുണ്ടായ ഒരു തീരുമാനമല്ല, അത് കാലങ്ങൾക്ക് മുൻപേ ദൈവം കരുതി വെച്ചതാണ്. 2. പഴയ നിയമത്തിൽ മങ്ങിക്കണ്ട സത്യങ്ങൾ ക്രിസ്തുവിലൂടെ ഇപ്പോൾ വ്യക്തമായി വെളിപ്പെട്ടിരിക്കുന്നു. 3. കേവലം അറിവല്ല, മറിച്ച് ദൈവത്തെ വിശ്വസിക്കുകയും ആ വിശ്വാസത്താൽ അവനെ അനുസരിക്കുകയുമാണ് സുവിശേഷത്തിൻ്റെ ലക്ഷ്യം. 4. നമ്മെ വിശ്വാസത്താൽ ഉറപ്പിച്ചു നിർത്താൻ ദൈവത്തിന് മാത്രമേ കഴിയൂ എന്ന വലിയ പ്രത്യാശ ഈ വചനം നമുക്ക് നൽകുന്നു. ചുരുക്കത്തിൽ ചരിത്രത്തിലുടനീളം ദൈവം മറച്ചുവെച്ച തൻ്റെ സ്നേഹരഹസ്യം ക്രിസ്തുവിലൂടെ സകല ജനതകൾക്കുമായി വെളിപ്പെടുത്തിയിരിക്കുന്നു. നാം യേശുവിനെ വിശ്വസിക്കാനും യേശുവിനെ അനുസരിക്കാനും വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഈ ഭാഗം ഇന്ന് നമ്മെ പഠിപ്പിക്കുന്നു. ദൈവം ഈ വചനത്താൽ ഇന്ന് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.